സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വീണ്ടും ഇന്ന് മറ്റൊരു മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ചുറ്റിക കൊണ്ട് ആണി അടിച്ച് കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ്? ഓപ്ഷൻ എ ആവേഗ ബലമാണ്. ചുറ്റിക കൊണ്ട് ആണി അടിച്ച് കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗബലം. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കപ്പെടുന്ന വലിയ ബലമാണ് ആവേഗബലം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംവാദ് കൗമുദി വാരിക താഴെ പറയുന്നവയിൽ ഏത് നവോത്ഥാന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സംവാദ് കൗമുദി വാരിക ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മസമാജവും സംവാദ് കൗമുദി വാരികയും സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത്. സി രാജഗോപാലാചാരി. അപ്പോൾ അതുപോലെ നമുക്കറിയാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ധീരന്മാരായ സൈനികരെ ആവശ്യമുണ്ട്, ശമ്പളം മരണവും പെൻഷൻ സ്വാതന്ത്ര്യവുമാണ് ഇങ്ങനെ പരസ്യം പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഓപ്ഷൻ ഡി ഗദ്ദർ പാർട്ടിയായിരുന്നു. ധീരന്മാരായ സൈനികരെ ആവശ്യമുണ്ട്, ശമ്പളം മരണവും പെൻഷൻ സ്വാതന്ത്ര്യവുമാണ് ഇങ്ങനെ പരസ്യം പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഗദ്ദർ പാർട്ടി. അപ്പോൾ ശരിക്കും പരസ്യം ഇങ്ങനെയായിരുന്നു. ഗദ്ദർ പാർട്ടിക്ക് ഇന്ത്യയിലേക്ക് ധീരന്മാരായ സൈനികരെ ആവശ്യമുണ്ട്, അവർക്കുള്ള ശമ്പളം മരണമാണ്, പെൻഷൻ സ്വാതന്ത്ര്യമാണ്, അവർക്കുള്ള വില രക്തസാക്ഷിത്വമാണ്, യുദ്ധഭൂമി ഇന്ത്യയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏതായിരുന്നു? ഓപ്ഷൻ എ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളായിരുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമായിരുന്നു മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം ഏതാണ്? ഓപ്ഷൻ ബി ദി ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രമാണ് ദി ടൈംസ് ഓഫ് ഇന്ത്യ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് കാമരാജർ തുറമുഖം? ഓപ്ഷൻ സി എണ്ണൂർ തുറമുഖത്തിൻ്റെ പേരാണ് കാമരാജർ തുറമുഖം, അല്ലെങ്കിൽ കാമരാജർ തുറമുഖം എന്നത് എണ്ണൂർ തുറമുഖത്തിൻ്റെ പുതിയ പേരാണ്. അതുപോലെ തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് വി.ഒ. ചിദംബരനാർ തുറമുഖം എന്നത് തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ പുതിയ പേരാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ഏത് രാജ്യത്തിന് നിർമ്മിച്ചു നൽകിയ ട്രെയിനാണ് പുലാത്തിസി എക്സ്പ്രസ്? ഓപ്ഷൻ ബി ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചു നൽകിയ ട്രെയിനാണ് പുലാത്തിസി എക്സ്പ്രസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചു നൽകിയ ട്രെയിനാണ് പുലാത്തിസി എക്സ്പ്രസ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് വാട്ടർ ഗ്യാസിലെ ഘടകങ്ങളാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ സർവീസ് സ്കീം NSS ഏത് നേതാവിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നിലവിൽ വന്നതാണ്? ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നിലവിൽ വന്നതാണ് നാഷണൽ സർവീസ് സ്കീം NSS. അപ്പോൾ ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികൾ മാത്രമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കിയാണ്. കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികൾ മാത്രമുള്ള ജില്ലയാണ് ഇടുക്കി. അപ്പോൾ കേരളത്തിൽ മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വർണം, വജ്രം എന്നിവയുടെ നിക്ഷേപങ്ങളുള്ള ഇന്ത്യയിലെ പീഠഭൂമി ഏതാണ്?
ഓപ്ഷൻ സി ഗോൽക്കൊണ്ട പീഠഭൂമിയാണ്. സ്വർണം, വജ്രം എന്നിവയുടെ നിക്ഷേപങ്ങളുള്ള ഇന്ത്യയിലെ പീഠഭൂമിയാണ് ഗോൽക്കൊണ്ട പീഠഭൂമി. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അൽ ഹിലാൽ എന്ന ഉറുദു പ്രസിദ്ധീകരണം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഓപ്ഷൻ എ അബുൽ കലാം ആസാദ് ആയിരുന്നു. അൽ ഹിലാൽ എന്ന ഉറുദു പ്രസിദ്ധീകരണം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിരാഹാര സമരത്തെ തുടർന്ന് ജയിലിൽ അന്തരിച്ച വിപ്ലവകാരി ആരായിരുന്നു? ഓപ്ഷൻ ഡി ജതിൻ ദാസ് ആയിരുന്നു. നിരാഹാര സമരത്തെ തുടർന്ന് ജയിലിൽ അന്തരിച്ച വിപ്ലവകാരിയാണ് ജതിൻ ദാസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദി ഗോൾഡൻ ത്രഷോൾഡ് എന്ന കവിതാ സമാഹാരം എഴുതിയത് ആര്? ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ്. ദി ഗോൾഡൻ ത്രഷോൾഡ് എന്ന കവിതാ സമാഹാരം എഴുതിയത് സരോജിനി നായിഡു. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ദി ഗോൾഡൻ ത്രഷോൾഡ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനായിരുന്നു. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി INA എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ഓപ്ഷൻ എ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. മോഹൻ സിംഗ് ആണ്. അപ്പോൾ INAയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ക്യാപ്റ്റൻ മോഹൻ സിംഗ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി പത്തനംതിട്ട ജില്ലയ്ക്കാണ്. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദനാണ്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ എ അലഹാബാദ് സമ്മേളനമായിരുന്നു. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമായിരുന്നു അലഹബാദ് സമ്മേളനം. അപ്പോൾ ഈ അലഹബാദ് സമ്മേളനത്തിൻ്റെ വർഷം 1930 അലഹബാദ് സമ്മേളനമായിരുന്നു പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ജ്യോതിറാവു ഫുലെയാണ്. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി രാമലിംഗ അടികളാണ്. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാമലിംഗ അടികളാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ദ്വീപിൻ്റെ പുതിയ പേരാണ് APJ അബ്ദുൽ കലാം ദ്വീപ്? ഓപ്ഷൻ ബി വീലർ ദ്വീപിൻ്റെ പുതിയ പേരാണ് APJ അബ്ദുൽ കലാം ദ്വീപ് എന്നത് വീലർ ദ്വീപിൻ്റെ പുതിയ പേരാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് വീലർ ദ്വീപ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1946 നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ ഏതായിരുന്നു? ഓപ്ഷൻ ബി HMS തൽവാർ ആയിരുന്നു. 1946 നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പലായിരുന്നു HMS തൽവാർ. അപ്പോൾ നമുക്കറിയാം 1946 നാവിക കലാപം നടന്നത് എവിടെയാണ്?
ബോംബെയിലാണ് 1946 നാവിക കലാപം നടന്നത്, ബോംബെയിൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ബ്രെയിൽസ്ഫോർഡാണ്. താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്തത് ബ്രെയിൽസ്ഫോർഡാണ്. അപ്പോൾ ബാക്കി AV അലക്സാണ്ടറും സർ സ്റ്റാഫോർഡ് ക്രിപ്സും ലോർഡ് പെത്തിക് ലോറൻസുമായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അധികാര കൈമാറ്റത്തിനായി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി മാർച്ച് 1946 അധികാര കൈമാറ്റത്തിനായിട്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷമാണ് മാർച്ച് 1946. അപ്പോൾ മാസം കൂടി നമ്മൾ ഓർത്തിരിക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി വയലിനാണ്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണമാണ് വയലിൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിൻ്റെ സംവിധായകൻ ആരായിരുന്നു? ഓപ്ഷൻ എ രാമു കാര്യാട്ടായിരുന്നു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമായിരുന്നു ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ്റെ സംവിധായകനായിരുന്നു രാമു കാര്യാട്ട്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ബി ഇർവിൻ പ്രഭു ആയിരുന്നു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 2008 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിയ വർഷമാണ് 2008. അപ്പം നമുക്കറിയാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയ വർഷമാണ് 2005. ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷമാണ് 2006. എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച വർഷമാണ് 2008. ഇനി അതുപോലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്ത വർഷമാണ് 2009. അപ്പോൾ 2005, 2006, 2008, 2009. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതായിരുന്നു? ഓപ്ഷൻ സി അൺടു ദിസ് ലാസ്റ്റ് ആയിരുന്നു. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമായിരുന്നു അൺടു ദിസ് ലാസ്റ്റ്. അപ്പോൾ അതുപോലെ അൺടു ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജോൺ റസ്കിൻ ആയിരുന്നു. അൺടു ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജോൺ റസ്കിൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ ബി കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ്. മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണമാണ് കോൺ കോശങ്ങളുടെ അപര്യാപ്തത. അപ്പോൾ എന്തിനാണ് കോൺ കോശങ്ങൾ? പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അപ്പോൾ പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അപ്പോൾ കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി സിലിണ്ട്രിക്കൽ ലെൻസാണ്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ഗ്ലോബുലിനാണ്. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അപ്പോൾ അതായത് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ ഗ്ലോബുലിനാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അതായത് ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആയതുകൊണ്ട്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അന്താരാഷ്ട്ര അതിർത്തി കൂടാതെ ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി സിക്കിമാണ്. അന്താരാഷ്ട്ര അതിർത്തി കൂടാതെ ഒരേ ഒരു സംസ്ഥാനവുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം താഴെ പറയുന്നവയിൽ. അപ്പോൾ ഈ രീതിയിൽ രണ്ട് സംസ്ഥാനങ്ങളുണ്ട്. സിക്കിമുമുണ്ട്, അതുപോലെ മേഘാലയയുമുണ്ട്.
അന്താരാഷ്ട്ര അതിർത്തി കൂടാതെ ഒരേ ഒരു സംസ്ഥാനവുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം, പിന്നെ ഒരെണ്ണം മേഘാലയ. അപ്പോൾ സിക്കിമിന് ആകെ പശ്ചിമ ബംഗാളുമായിട്ട് മാത്രമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ളത്. ഇനി അതുപോലെ മേഘാലയയ്ക്ക് അസം സംസ്ഥാനവുമായിട്ട് മാത്രമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ളത്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏത്? ഓപ്ഷൻ എ സുഷുമ്നയാണ് ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്ന. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി വെർണിക്സ് ഏരിയയാണ് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ സി മാക്രോഫേജുകളാണ്. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ. അപ്പോൾ ശ്വാസകോശത്തിലെ വായു അറകൾ, അപ്പോൾ അതാണ് ആൽവിയോളകൾ. ശ്വാസകോശത്തിലെ വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മാക്രോഫേജുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ശ്വാസകോശ പട്ടാളം എന്ന പേര് മാക്രോഫേജുകൾക്ക് കൊടുത്തിരിക്കുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹമാണ്. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വർഷം 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വർഷം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. നടന്നത് ഇന്നത്തെ ബീഹാറിൽ. അപ്പോൾ ചമ്പാരൻ ഇന്നത്തെ ബീഹാറിലാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷമേത്? ഓപ്ഷൻ എ 1906 മുസ്ലിം ലീഗ് രൂപീകൃതമായത്. 1906 എവിടെ വെച്ചാണ്? ധാക്കയിൽ വെച്ചാണ് 1906 മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ പഞ്ചാബാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. എന്നാൽ അതേസമയം ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തും ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്നത് പഞ്ചാബുമാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി ആയിരുന്നു. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊച്ചിയെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? ഓപ്ഷൻ എ NH-49 കൊച്ചിയെ ധനുഷ്കോടിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH-49 പഴയ പേര്. ഇനി പുതിയ പേരാണ് NH-85. കൊച്ചിയെ ധനുഷ്കോടിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ പുതിയ പേര് NH-85. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ താപവൈദ്യുത നിലയം ഏതാണ്? ഓപ്ഷൻ സി താൽച്ചറാണ്. ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ താപവൈദ്യുത നിലയമാണ് താൽച്ചർ. അപ്പോൾ ഈ താൽച്ചർ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ ഭാഗീരഥി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ടെഹ്രി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ടെഹ്രി ഡാം. സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്?
ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത്. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എന്നാൽ ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 1987 നവധാന്യ എന്ന പരിസ്ഥിതി പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ സി വന്ദന ശിവയാണ്. 1987 നവധാന്യ എന്ന പരിസ്ഥിതി പ്രസ്ഥാനം സ്ഥാപിച്ചത് വന്ദന ശിവ. ഓക്കെ ഫ്രണ്ട്സ്.